ഇവിടെ സസ്പെൻഡ് ചെയ്യണം, അവരെ കൂടെ വെളിയിൽ നിർത്തിയിട്ട് അന്വേഷിക്കണം. അത് മാത്രമേ ഉള്ളൂ പറയാനുള്ളൂ. എൻ്റെ ഭാര്യ ഏറ്റവും കൂടുതൽ ക്രൂരമായിട്ട് തെറി വിളിച്ചത് ഈ പ്രസന്റ് എന്ന് പറയുന്നത് എനിക്കറിയില്ല. പ്രസന്റ് എന്ന് പറയുന്നത് വേറൊരു പോലീസുകാരനും ഉണ്ട്. അവർക്കും കൂടെ അവരെയും കൂടെ വെളിയിലാക്കി ഇത് കേസന്വേഷണം മുന്നോട്ട് പോകണം. ഈ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങളെ പോലും അറിയിക്കാൻ അവർ തയ്യാറായില്ല? ഇല്ല. ഞങ്ങളിവിടെ 8:30 മണിയുടെ കൂടെ അത്രയും ഓടി നടന്നു. എന്നിട്ട് പോലും ഒരു വീട്ടിൽ വിളിച്ച് പറഞ്ഞില്ല. ഇവർ വന്നിട്ട് പോലും നമ്മൾ അറിയുന്നില്ല പോലീസുകാരാണെന്ന്. സിവിൽ ഡ്രസ്സിലാണ് വന്നത്. ഇവിടെ വന്ന സമയത്ത് ഞാൻ കസേരയൊക്കെ ഇട്ട് കൊടുക്കുന്നു. അപ്പോഴാണ് അവർ പറയണത് വന്ന കാര്യം അറിഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞ എന്തൊരു കാര്യം എൻ്റെ ഭാര്യ കൊണ്ടുവന്നതിന്. അപ്പോൾ എൻ്റെ ഭാര്യ പറയണത്, ചേട്ടാ ഇതൊക്കെ എന്നെ ഈ മോഷണ കേസ് പ്രതിയാക്കിയെന്ന്. നമ്മൾ അന്തം വിട്ടു. എൻ്റെ കുടുംബത്തിന് ഇങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഞങ്ങൾ 4 പേര് ഞങ്ങളിവിടെ വന്ന് അധ്വാനിച്ചിട്ട് എൻ്റെ മക്കളെ വളർത്തുന്നത്. ഇതേപോലെ മോട്ടിച്ച് ജീവിക്കുന്ന കാര്യമില്ല നമുക്ക്. നിങ്ങളോട് മോശമായി പെരുമാറിയോ? ഞാൻ എൻ്റെ ഭാര്യയെ കാണാൻ ചെന്നപ്പം അവിടെ ഒരു പോലീസുകാരൻ പറയണു, എന്നെ തെറി വിളിച്ചിട്ട് പറഞ്ഞു നീ മാത്രം കണ്ടുപോലും വെളിയിലിട്ടായിരുന്നു. ആ പോലീസുകാരനെ എനിക്കറിയില്ല. അവരും കാക്കിയിലല്ല, എസ് ഐ ഇല്ല. പോലീസിനെ കണ്ടറിയാം എനിക്ക്. എന്താ പറഞ്ഞത്? വെളിയിൽ നിന്നില്ല, നീ മാത്രം എൻ്റെ ഭാര്യയെ കാണരുത്, ഞങ്ങൾക്കറിയാം. അവൾ കോടതി കൊണ്ടുവരുമ്പോൾ നീ 11 മണിക്ക് കണ്ടാതി എന്നാണ് പറഞ്ഞത്. ഭക്ഷണമായിട്ട് ചെന്നപ്പോൾ എൻ്റെ മോനെ ചെന്നത്. എന്നെ ദൂരെ നിർത്തിയിരിക്കുകയല്ലേ. എൻ്റെ മോൻ ചെന്ന സമയത്ത് പറഞ്ഞു നീ അന്ന് ഭക്ഷണം കൊടുക്കണ്ട, നീയൊക്കെ ഭക്ഷണം കൊടുത്ത് ഒരു പ്രതിയെ കിട്ടിയപ്പോൾ ഭക്ഷണം കൊടുത്ത് വിഷം കൊടുത്ത് കൊല്ലാൻ കൊണ്ടുവരണമെന്ന് എൻ്റെ മോനൊക്കെ പറഞ്ഞതാണ്. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി വരുമ്പം എന്താണ് എസ് ഐ പറഞ്ഞത്? ഇറങ്ങി വരുന്ന സമയത്തൊന്ന് എസ് ഐ നമ്മളൊക്കെ പറഞ്ഞു, പോലീസുകാരെ നമ്മളെ പറഞ്ഞു പോയിട്ടുണ്ട് വീട്ടുകളിൽ പോയിട്ടുണ്ട്, ഇനി നാളെ 11 മണിക്ക് കോടതി കൊണ്ടുപോകുമ്പോൾ കണ്ടാതി എന്നാണ് പറഞ്ഞത്. ഇല്ലല്ല, അനുവദിച്ചില്ല. ഞങ്ങൾ കൊടുത്ത ഭക്ഷണം പോലും കൊടുത്തില്ലല്ലോ അവര്. പിന്നെ അങ്ങനെ കാണാൻ അനുവദിക്കുന്നത്? ആഹാരമല്ലേ മെയിനായിട്ട് കൊടുക്കുന്നത്. ഈ മാല ലഭിച്ചതിന് ശേഷം നിങ്ങളോട് ക്ഷമ ചോദിക്കുന്ന നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാ പറഞ്ഞെന്തറിയാം, ഞാനും കൂടെ നിൽക്കാച്ചാ പറയണേ. എൻ്റെ ഭാര്യ ഇറക്കിക്കൊണ്ട് വരുന്ന സമയത്ത് ഈ മൊബൈൽ മേടിച്ചെന്നുള്ള പരാതി എഴുതി കൊടുത്തിട്ട് പോകാന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് എസ് ഐ വിളിച്ച് തിരിച്ച് പറയുന്നു, നിന്റെ അടുക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന്. അത് വേറെ രീതിയിൽ വിളിച്ചിട്ടാണ് പറയണം, നിന്റെ അടുക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഈ കവടിയാർ ഭാഗത്തോ അമ്പലമുക്കിലോ കണ്ടുപോകരുത്, ഈ നാട് വിട്ടേ പൊയ്ക്കോളണം എന്നാണ് പറഞ്ഞത്. ഞാനും കേട്ടോന്ന് നിൽക്കാച്ചാ പറയുന്നത്. അറിയില്ല സാറേ, എനിക്ക് എൻ്റെ ഭാര്യ ഇങ്ങോട്ട് വെളിയിറക്കിയ സമയത്ത് എനിക്കത് ഒരു സന്തോഷം പോലെ. കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല. മാനം പോയല്ലോ, ഇനിയിപ്പം എന്താ ചിന്തിക്കേണ്ടത്? ഈ എസ് ഐ ആണോ അങ്ങനെ പറഞ്ഞത് കണ്ടുപോകരുതെന്ന്? ഈ എസ് ഐ പറഞ്ഞു കണ്ടുപോകില്ലെന്ന്. ഈ നാട്ടിൽ എന്താ കാപ്പ ഒത്തിരിക്കണത്? എൻ്റെ ഭാര്യ അങ്ങനെയുള്ള തെറ്റൊന്നും കാണിച്ചില്ലല്ലോ. തീർച്ചയായും വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഈ ഭർത്താവിന്റെ ബിന്ദുവിന്റെ ഭർത്താവാണ് ഇപ്പോൾ സംസാരിച്ചത്. കാരണം അവർ ഈ 20 മണിക്കൂർ ഈ സ്റ്റേഷനിൽ ചിലവഴിച്ചതിന് ശേഷമുണ്ടായ പോലീസിന്റെ ആ നടപടി പോലും അവർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കി, ഏറെ മാനസിക. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥനെ SIയെ സസ്പെൻഡ് ചെയ്തു എന്ന വാർത്ത വന്നതിന് ശേഷമുള്ള അവരുടെ പ്രതികരണം, ബിന്ദുവിൻ്റെ ഭർത്താവിൻ്റെയും പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. ഈ നടപടി അതിൽ സന്തോഷമുണ്ട്, പക്ഷേ കേസുമായി മുന്നോട്ട് പോകും. ഇനി മറ്റ് 2 പോലീസ് ഉദ്യോഗസ്ഥർ കൂടി അതിലുണ്ടായിരുന്നു. തന്നെ അപമാനിച്ചതിൽ, തന്നെ വേദനിപ്പിച്ചതിൽ അവർക്കെതിരെയും നടപടി ഉണ്ടാകണം. സസ്പെൻഷൻ കൊണ്ട് അവരുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാനാകില്ല. ഉണ്ടായത് എന്താണ് അത് കൃത്യമായി അന്വേഷിച്ച് കർശനമായ നടപടി ഇവർക്കെതിരെ ഉണ്ടാകണം എന്നാണ് ബിന്ദുവും ഭർത്താവും ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. ഒപ്പം തന്നെ KPCC അധ്യക്ഷൻ അവിടെ മറ്റ് കോൺഗ്രസ് പ്രവർത്തകരുമായി എത്തി അവിടെ കാണുകയുണ്ടായി. അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. നിയമ നടപടി അതിന് ആയി കൂടെ നിൽക്കും, ഏതറ്റം വരെയും പോകും നിയമ നടപടിയുള്ള ഏതറ്റം വരെയും പോകുമെന്നാണ് ഇപ്പോൾ ബിന്ദു നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. SIക്ക് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട്. ASIയും മറ്റൊരു പോലീസുകാരനും തന്നെ വല്ലാതെ വേദനിപ്പിച്ചതിലും ഈ 20 മണിക്കൂറോളം തന്നെ അവിടെ എത്തിയതിലും അവർ 3 പേരും കുറ്റക്കാരാണെന്ന് ഇപ്പോൾ ബിന്ദു പറയുകയുണ്ടായി. വല്ലാത്ത മനോവേദന, ഒരു സ്ത്രീയുടെ അന്തസ്സ്, അഭിമാനം, അതിനെല്ലാം ക്ഷതം വരുത്തുന്ന രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റം. അതുമാത്രമല്ല, മാല കിട്ടിയിട്ടും പിന്നീടും FIR റദ്ദാക്കാൻ അവർ തയ്യാറായില്ല. വെള്ളം കുടിക്കണമെന്ന് പറയുമ്പോൾ ശുചിമുറിയിൽ പോയി വെള്ളം കുടിച്ചോളാൻ പറയുന്നു. ഇല്ല, ഇതുവരെയ്ക്ക് എന്നെ വിളിച്ചിട്ടില്ല, ഒരു ക്ഷമാപണം പോലും നടത്തിയില്ല, ഒന്നും വിളിച്ചിട്ട് ഈ സമയം വരെ എന്നെ വിളിച്ചിട്ടേ ഇല്ല.
അങ്ങോട്ട് വിളിക്കുകയോ എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്തോ? ഇല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഇങ്ങോട്ട് അവർ വിളിച്ചിട്ടില്ല. അങ്ങോട്ട് ഇനി വിളിച്ചിട്ടില്ല. എന്തായിരിക്കും നിങ്ങൾ കൂടുതൽ പരാതിയുമായിട്ട് ഇനി പോകും? പറയാൻ പോകുന്ന ഈ പോലീസുകാരെ കൂടെ വെളിയിൽ നിർത്തിയിട്ടുള്ള എന്നിട്ട് പിന്നെ ഇനി കൊടുക്കുന്ന പേർക്ക് അവരെ മകളുടെ പേർക്ക് ഇനി പരാതി കൊടുക്കാൻ ഇനി പരാതി കൊടുക്കുന്ന പറഞ്ഞാൽ അവരെന്തിനാ വീട്ടിൽ സാധനം വെച്ചിട്ട് എന്റെ ഭാര്യ ഇങ്ങനെ കള്ളക്കേസിൽ കുടിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ അവർക്ക് നേരെ ഇത് പോവുകയാണ്. എവിടെ പോകും? ഓമനാട് ഡാനിയലിന്റെ പേരിൽ പരാതി കൊടുക്കാൻ. എവിടെ? അത് സ്ഥലം പോലീസിന് കൊടുത്തതിന് ശേഷം നമ്മൾ മേലോട്ട് പോകും. അല്ല, നിലവിൽ കൊടുത്തിട്ടില്ലേ? പരാതി പറയുന്നുണ്ടല്ലോ. പരാതി ഇതിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവരെ പേർക്ക് കൊടുക്കണമല്ലോ. പ്രത്യേകിച്ച് പരാതി കൊടുക്കും. പ്രത്യേകിച്ച് വരാം.